അമ്മയ്ക്ക് മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മയായിട്ട് ഇനി മോടെ ഒരാഗ്രഹത്തിനും എതിര് നിൽക്കില്ല. നിനക്കിനി നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാം. മക്കളുണ്ടായിട്ടും അവരില്ലാത്ത പോലെ ജീവിക്കുന്ന അച്ഛനമ്മമാരുടെ വിഷമമുണ്ടല്ലോ, അത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാ ഞാൻ. മോളുടെ സന്തോഷം അത് മതി അമ്മയ്ക്ക്. ചെല്ല്. മണിയണ്ണ, ഗിരീഷ് വന്നണ്ണ. വന്ന എന്താ നിനക്ക് പേടിയുണ്ടോ? അണ്ണന് നല്ല പേടിയുണ്ട്. വക്കീലിന് പേടിയുണ്ടോ? എന്തിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം സത്യം പറയണം. അതിനിടയ്ക്ക് ഒരു പൊടിക്ക് ഗ്യാസ് കയറ്റി അറിയാവുന്ന പോലെ അങ്ങ് വെച്ച് കാച്ചിക്കൊള്ളണം. പിന്നെ ഓവർ സത്യസന്ധത കാണിച്ചാൽ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. എനിക്കറിയാവുന്ന പോലെ പറയാനാണെങ്കിൽ ഞാനും പെടും, വക്കീലും പെടും. അറിയാവുന്ന പോലെ ഉദ്ദേശിച്ചത് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അറിയാവുന്ന പോലെ ഓർത്ത് പറയാനാണ്. അല്ലാതെ താൻ സത്യം വിളിച്ചു പറഞ്ഞ് ഹരിചന്ദ്രനാവാനല്ല. മനസ്സിലായോ? മനസ്സിലായി. 5-6 കൊല്ലം കൊണ്ട് ഇദ്ദേഹം പറയുന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് മനസ്സിലായോ? അത് കുറച്ച് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും. അയ്യോ, വക്കീല് തമാശ പറയുന്നടാ, പിള്ളേരെ ചിരിക്കും. ചുമ്മാ കളി തമാശ പറയല്ലേ ടീച്ചറെ, കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോ. ഓ ശരി. അവരൊരേ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു വരും കേട്ടോ. എങ്ങനെയൊക്കെ തലകുത്തി എന്ന് ചോദിച്ചാലും ഒറ്റ ഉത്തരം ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് ഏറ്റില്ലെങ്കിലോ? ഏൽക്കും. ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടായ്പ പ്ലാൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവര് പല പ്ലാനുകളിടും, നമ്മളതിലൊന്നും വീണു പോരുതട്ടോ. എന്ത് പ്ലാനായിരിക്കും അവരിടുന്നേ? അത് അവർക്കല്ലേ അറിയൂ ടീച്ചറെ. ടീച്ചർ ഒരുമാതിരി കുട്ടികളെ പോലെ. ഇനി എല്ലാ പ്ലാനും പാളിയാലും ഞാനൊരു തുറുപ്പ് ചീട്ട് കണ്ടുവച്ചിട്ടുണ്ട്. ആ മോട്ടറിന്റെ കളറായിരിക്കും. എന്താ ഇടയ്ക്കൊക്കെ ഒരു പുച്ഛം? എടോ, ഈ കേസിലെ 3/4 സാക്ഷികളെയും പൂട്ടിച്ചതേ ആ ഒറ്റ ചോദ്യത്തിലാ. അല്ല മണി, നിനക്ക് ഓർമ്മയുണ്ടോ കട്ട മോട്ടറിന്റെ കളറ്? എന്റെ പൊന്നു വക്കീലെ, ഈ നട്ടപ്പാരിക്ക് കിട്ടണയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കോ, മോട്ടറിന്റെ കളർ നോക്കിയിരിക്കോ? എനിക്കത് ഓർമ്മയില്ല. ഓർക്കരുത്. ഓർത്താലും നീ മറക്കണം. കാരണം നീ കണ്ടിട്ടില്ല. നീ കള്ളനല്ല. ഇപ്പൊ പറഞ്ഞത് വക്കീൽ ഒന്നുകൂടെ പറയോ? ചിലപ്പോ അവര് ചോദിക്കും, നീ ഈ പാതിരയ്ക്ക് എന്തിനവിടെ പോയിന്ന്. ടീച്ചറെ കാണാൻ പോയതാന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട, മീനിങ് മാറിപ്പോവും. ഓ ശോ. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ക്രോസ് ചെയ്തോളാം. നിങ്ങൾ ഇനി കൂടുതൽ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. അപ്പൊ നമ്മൾ ജയിക്കുമല്ലോ അല്ലേ വക്കീലെ? പിന്നെ അല്ലാണ്ട് നമ്മൾ തന്നെ ജയിക്കും. മണി 4 കൊല്ലം ജയിലിലും പോവും. അയ്യോ, സംശയം എന്തിരിക്കുന്നു? നമ്മൾ ജയിക്കും. ടീച്ചർ ഗോവിന്ദ. എന്നാടാ? എന്നാ ഇനി എന്റെ ഫീസ് എന്നിട്ട് പൊക്കോ. എന്നാ ഫീസായിട്ട് ഈ വരാൽ ഇവിടെ ഇരുന്നു. വരാലോ? എന്റെ വെങ്കടാചലപതി എടുത്തോട്ട് പോടോ. ഞാൻ 1-ാം ക്ലാസ് സംഭവിച്ച അറിയോ? ഇത് അമ്പലക്കുളത്തിൽ നിന്ന് പിടിച്ചതാ. ഓ, എന്നാ അതി കിടക്കുന്ന കുറച്ച് തവളേക്കട കൊണ്ടുപോടോ. ഞാൻ കഴിക്കാം. കൊണ്ടുപോടോ. എടുത്തോളൂ. അടയ്ക്ക ഇങ്ങോട്ട് നടക്കുക. ഹട്ടതിരിക്കും വരാല്. ടീച്ചറുടെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോടതിയിൽ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടാതെ മൈസൂരിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് വിടുന്നു വിചാരിച്ചിട്ടുണ്ടോ? IPC സെക്ഷൻ 380, 457, 458 പ്രകാരം ഒരു 26 കൊല്ലം മണിയെ വെളിച്ചം കാണിക്കാതെ അകത്തിടാനുള്ള വകുപ്പന്റെ കയ്യിലുണ്ട്. പക്ഷേ മൈസൂരിട്ട് കോടതിയായി പോയി. അതുകൊണ്ട് 3-4 വർഷം മണിയെ ഞാൻ പൂട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അയ്യോ, ഞാൻ വക്കീലിനോട് പറഞ്ഞോ മണിയെ ജയിലിൽ പിടിച്ചിടണോന്ന്? എന്റെ ആവശ്യം എന്താ? കോടതിയിൽ അയാളെ കുറ്റസമ്മതം നടത്തണം. ടീച്ചർ എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് ഈ പറയണത്? നിങ്ങൾക്ക് 2 പേർക്കും പിള്ള കളിക്കാനുള്ള സ്ഥലമാണ് കോടതി എന്ന് വിചാരിച്ചു. ഒറ്റ ചോദ്യം ടീച്ചറെ, ടീച്ചർക്ക് ഈ കേസ് ഇപ്പൊ പിൻവലിക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ പിൻവലിക്കാൻ പറ്റില്ല. പക്ഷെ മണി ജയിലിൽ പോരുത്. ഇനി മിണ്ടിപ്പോരുത് ടീച്ചറെ. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കേസ് വാദിക്കുന്നത്. അന്ന് മുതൽ ഇന്നേ വരെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ തലകുനിച്ചും നെഞ്ചുവിരിച്ചും നിന്ന ഒരുപാട് വക്കീലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തോറ്റ കേസ് ധാരാളം. പക്ഷേ എല്ലാറ്റിനും ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. അതിനിപ്പോഴും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതിനാൽ ഇത് എന്റെ വ്യക്തിപരമായ കേസ് മാത്രമല്ല, എന്റെ അഭിമാന പ്രശ്നം കൂടെയാണ്. അതുകൊണ്ട്
അഡ്വക്കേറ്റ് കുറ്റാരത്തിൽ രവി ഈ കേസുമായി ഏതറ്റം വരെയും പോവും. അതിനൊരു തർക്കമില്ല. ആ ഉണ്ണി, നീ കിടന്നോ? ഇല്ല, ഒന്നുമില്ല. ഒന്നിങ്ങോട്ട് വരാക്കോ? ഇല്ലടാ, പേടിക്കണ്ട. ഒരു കാര്യം പറയാനാ. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചറല്ലേ? നാളെ വിധി പറയാനിരിക്കുന്ന ഒരു കേസിന്റെ ഗതി മാറ്റണമെന്ന് നിങ്ങൾ പറഞ്ഞോണ്ട് അല്ല, മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കാൻ വന്നതിന്റെ പേരിലേ നിയമപരമായിട്ട് എനിക്ക് നിങ്ങളെ പിടിച്ച് അകത്തിടാവുന്നേ ഉള്ളൂ. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന ഞാൻ നിങ്ങൾക്ക് തരിക. നിങ്ങൾ ചെല്ലും. സാറേ, ഞാൻ സാറിനെ നിയമം പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല സാറേ. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല സാർ. എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റില്ല. കുറ്റയേക്കണം എന്നുള്ളൊരു കാര്യമേ മാഷ് എന്നോട് പറഞ്ഞുള്ളൂ. എന്റെ വശപ്പുറത്തായി കേസിന് പോയെ. ഇപ്പോഴാ കേസ് വഷളായി മണി ജയിലിൽ പോകുന്ന അറിയുന്നത്. പറ്റത്തില്ല സാറേ. അയാള് ജയിലിൽ പോയാൽ എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു കോടതി ഒരു കേസിന്റെ വിധി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ വക്കീലന്മാര് ഹാജരാക്കിയിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് രക്തബന്ധോ കൂട്ടുബന്ധോ അതൊന്നും ബാധകമല്ല. ടീച്ചർക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ടീച്ചർ ചെന്നാട്ടെ പ്ലീസ്. ഇതിനൊക്കെ നിയമമുണ്ട് ടീച്ചർ. ടീച്ചർ ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ വാ, ഒരിടത്തൂടെ പോനുണ്ട്. വാടാ, വേം വാ. ടീച്ചറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ വാദം കഴിഞ്ഞിട്ട് എനിക്ക് വീട് വരെ ഒന്ന് പോകണം. അമ്മ വിളിച്ചായിരുന്നു. എന്താ പ്രത്യേകിച്ച്? ചേച്ചിയുടെ പ്രസവത്തിന്റെ കാര്യമാണ്. നേരത്തെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടറും പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു 10 ദിവസത്തെ ലീവ് വേണം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ലെന്ന് ചോദിച്ചാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്തായാലും ഇന്നുകൊണ്ട് ഒരു തീരുമാനം ആവും എന്ന് നിനക്കും തോന്നി തുടങ്ങിയല്ലേ? അയ്യോ, അതല്ല ടീച്ചറെ. കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചാ. പ്രസവം കഴിഞ്ഞ് ചേച്ചി പോയാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാ. അപ്പൊ പിന്നെ നിന്റെ കല്യാണക്കാര്യമായിരിക്കും. എന്റെ മനസ്സിലതൊന്നും ഇല്ലെന്നാണോ നീ വിചാരിച്ചേ? കഴിയട്ടെ, ഇന്നത്തെ കാര്യമൊന്ന് കഴിയട്ടെ. എന്തോ കുറെ നാളിന് ശേഷം
മാഷില്ലാത്തതൊരു വല്ലാത്ത ശ്വാസം മുട്ടലായിട്ട് തോന്നുന്നു. മാഷ് ഒപ്പമുണ്ട് ടീച്ചറെ. ടീച്ചറിന്റെ തീരുമാനങ്ങൾ എന്തായാലും അത് മാഷിന്റെയാ. കേസ് നമ്പർ 72/2012 ഈരത്തുരുത്തിൽ മണി. സാക്ഷി തിരുവിളക്കിൽ ഗിരീഷ്.